ഒരു കാപ്പി കുടിച്ചിട്ട് പോകാൻ ചൂടെ കാപ്പിയില്ലേ ചായ. ഞാനിങ്ങനെ ഫ്ലവർ മാർക്കറ്റ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കിടക്കേ. ആർക്കും ഫ്ലവർ മാർക്കറ്റ് ഒന്നും അറിയത്തില്ല. പൂച്ചന്ത എന്തെന്ന് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന എന്നോട് പറഞ്ഞ് പൂച്ചന്തേ പെരിയ മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. വലിയ മാർക്കറ്റാണ്. പൂച്ചന്തയുടെ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പോകണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങോട്ട് വെച്ച് പിടിച്ചേക്കാം. ഇപ്പം മഴയൊക്കെ പെയ്യുണ്ടെങ്കിൽ ഈ സമയത്തില്ലേ, ഈ സമയത്ത് ഫ്ലവർ മാർക്കറ്റൊക്കെ കാണുമോ? എന്തായാലും അങ്ങോട്ട് നേരെ പോയിട്ട് താഴോട്ട് ഇറങ്ങാനൊക്കെയാണ് പറയുന്നത്. ചോദിച്ചു പോവാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ആ ജംഗ്ഷനിൽ പൂച്ചൻ്റെ എങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കേട്ടോ. അപ്പം ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചോ. പുള്ളിയോട് പറഞ്ഞ് ഇവിടുന്ന് 2.5 കിലോമീറ്റർ വൈറ്റ് റോഡെ പോകണം. വഴിയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഓക്കെ, മുമ്പ് തന്നെയല്ലേ. അപ്പോൾ ഈ ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ചന്ത തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞു. വലിപ്പീരാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊക്കെ പോവുക. എന്താ വിളിക്കാ? ഇവിടെ പറയാന്ന് പോയി നോക്കാം. പുള്ളി അങ്ങോട്ട് തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ആ കാണുന്ന സ്ഥലത്തുനിന്ന് ഇടത്തേക്കാണ് പുള്ളി ഇപ്പോൾ കൈകൊണ്ട് കാണിച്ചിട്ടും. മാപ്പ് അത് തന്നെ കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പും സെയിം വഴി തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പൂച്ചന്തയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. കല്ലുകുളം റോഡ് കറക്റ്റ് വഴി കേട്ടോ. എന്തായാലും ഈ അണ്ണൻ നമ്മളെ കൊണ്ട് കറക്റ്റ് വഴി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പൂ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അകത്തെ കൊണ്ടെന്നാണ് പറഞ്ഞത്. ഇത് റോസപ്പൂവാ? ഇത് റോസപ്പൂവല്ലേ? ഇതിനൊക്കെ എവിടെ പോയിരിക്കുക? പൂക്കാര നോർത്ത് റോഡ് വലത്തേക്ക് ഇന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയിലൊക്കെ ധാരാളം ഉണ്ട് ഇതുപോലത്തെ ഫ്ലവറിൻ്റെ. ഇത് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഇത് ജമേന്തിയും പിന്നെ റോസയും കൂടി വെച്ചിട്ടുള്ള ഒരു മാലയായിട്ട്. യൂട്യൂബർ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത്. ഇത് എന്തിനുള്ള പൂ? ഓ, ഇതൊക്കെ മാര്യേജ് ശരി. ഓക്കെ, നിങ്ങളുടെ ഷോപ്പാ? എന്താ ഷോപ്പൊക്കെ പേര്?
പേരെന്താ ഷോപ്പൊക്കെ? ഇവിടെ ഒരു പൂ മാർക്കറ്റ് ഉണ്ട്, അതായി കാണുന്നത്. പിന്നെ അങ്ങോട്ട് മാറി വേറെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, വലുതൊരെണ്ണം. ഇതിവിടെ ഒരു ടെമ്പിളിൻ്റെ അടുത്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ കാണുന്നില്ലേ, അതാണ് ടെമ്പിള്. ഇവിടെ എല്ലാം പൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പൂ ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം റോസപ്പൂവാണ്. റോസപ്പൂവിൻ്റെ കൂടെ ജമന്തിയൊക്കെ ചേർന്ന മാലകളാണ്. കറക്റ്റ് ബസ് പോകാനുള്ള സ്ഥലമുള്ളൂ. പിങ്ക് ബസ്, അത് ലേഡീസ് വണ്ടിയാണെന്ന് തോന്നുന്നു. ഈ മാല എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്ത് യൂസ്? മര്യാദയ്ക്ക് യൂസ് പണ്ട്. റോസയും ഇതെന്ത്? ഇതും റോസ, വെള്ള ജമന്തി. യൂട്യൂബ് ഇവിടെ ഇങ്ങനെ വാഴയില ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം പഴമൊക്കെ ഉണ്ട്. മാർക്കറ്റ് സാധാരണ മാർക്കറ്റോട് ചേർന്നാന്ന് തോന്നുന്നു. വെറ്റില ഒക്കെ ഉണ്ട്. പുതിനയിലേക്ക് ഒഴിക്കല്ലോ. മാർക്കറ്റ് എല്ലാവരും ചേർന്ന ഇതാണ്. സാധാരണ മാർക്കറ്റും പൂ മാർക്കറ്റും എല്ലാവരും ചേർന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ റോസപ്പൂകളൊക്കെ ഇട്ടിട്ടുണ്ട് നിർത്തി. മാല കിട്ടുന്ന സ്പീഡ് കണ്ടോ? എത്ര വർഷമായി? ഇത് ടെക് ട്രാവൽ വിത്ത് മനോജ് യൂട്യൂബ് ചാനലേ. പല പൂച്ചുണ്ട്. ഇത് പേരെന്ത്? രാജ്. അപ്പൊ നമ്മുടെയാണേ ഇത് ഈ ഷോപ്പ് നമ്മുടെയാണോ? ഓക്കെ. എത്ര വർഷമായി? 10 വർഷമായല്ലേ? ഓക്കെ. അത് ആര്? തമ്പി. തമ്പി. ശരി. ബ്രദറ് നല്ല കേട്ടിരിക്കെ. ഇവിടെ അനിയനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് കിടന്നുണ്ട്. അതിന്റെ തമിഴുമായിട്ട് ആരും ചിരിക്കരുത് കേട്ടോ. വാങ്ങുന്നതൊക്കെയല്ലേ വീഡിയോ പണിതൊക്കെ. ഇത് താമര 10 രൂപ വന്നല്ലേ? ഇത് മല്ലിപ്പൂവാണോ? മുല്ല. ഓക്കെ. അതെ, അമ്മച്ചിമാരെല്ലായിരുന്നു പൂവൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും പൂവ് മേടിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഈ കട്ടം ഞാനിവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പകുതി വരെ ചെല്ലുമ്പോഴത്തേക്കും പരിപാടി പൂവിൻ്റെയൊക്കെ പരിപാടി തീരും. ജമന്തിക്ക് 1 കിലോ 50 രൂപ എന്നാണ് പറഞ്ഞു കേട്ടോ. ജമന്തിക്ക് കൂട്ടിയിട്ടിരിക്കുക. ഫുള്ള് ജമന്തിയെ. ഇത് റോസ. ഇത് റോസയൊക്കെ ഉള്ളത് പൈസ 60 കിലോയ്ക്കാണോ? അത് മുല്ലേതാണേ? മല്ലി. ഇതെന്ത് ഏതുള്ളത്? അരളിപ്പൂ അല്ലേ? സാമി. ഓ, എന്താ കെട്ടിക്ക് എത്ര? ഇത് 1 കിലോയുടെ കെട്ടാണ്.
ആ ഓക്കെ ആ ഇതെന്ത് ഇവിടെ വേറെ കളർ റോസ് കിടപ്പുണ്ട് കേട്ടോ. റെഡ് അല്ല, ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ നോക്കിയെടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞു. വീഡിയോ പണത് ഇതന്നെ പൂവ് പനീർ റോസ് നല്ല സ്മെല്ലായിരിക്കുമല്ലോ. ഇത് ജമന്തിക്ക് വീഡിയോ എടുക്കണം. ഓക്കെ. ഈ ജമന്തി കിലോ എത്ര? 70. ആ നല്ല മണത്തിട്ട് സ്മെല്ലൊന്നും കിട്ടുന്നില്ല. എന്റെ കുഴപ്പമാണോ അറിയത്തില്ല. പൂമാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. മാല കെട്ടിയേ മുല്ലമൊട്ട് ഇവിടെ അല്ലാതെ അമ്മച്ചിമാരൊക്കെ മാല കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ പൂവ്? ഓ സാമിക്ക് ഫോട്ടോ എടുത്തോ. യെല്ലോ ഇച്ചിരി വെറൈറ്റി കളർ. വേറൊരു കളറുണ്ടോ? ഓറഞ്ച് കളർ. വിചാരിച്ചത്ര വലിയ മാർക്കറ്റ് ഒന്നും, ചെറിയ മാർക്കറ്റ്. പിന്നെ വലിയ മാർക്കറ്റ് അങ്ങ് മാറി കുറേ ഉണ്ട്. അത് കുറേ ദൂരെയാണ്. ഇതാട്ടോ നേരത്തെ പുള്ളി പറഞ്ഞ കോവില്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം നല്ല കളറൊക്കെ അടിച്ച് അടിപൊളി സ്റ്റൈലാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്താ പൂവ്? അരളിപ്പൂ. ഓക്കെ. ഇതാണ് കോവിലിന്റെ അകത്തേക്കുള്ള വഴി. ഫ്രണ്ടിലെ കവാടോ കാണുന്നത്. ഇതും അരളി താനേ? ഇതരളി. ഇത് കനകാമ്പരം. ഓ മുല്ലയും കനകാമ്പരവുമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കോവിലേക്കുള്ള കൊടുക്കാനുള്ള ഒരു സെറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും 2 പഴവും പിന്നെ ചന്ദനത്തിരിയൊക്കെ ആയിട്ട് വെറ്റിലയും ഉണ്ട്. അവിടെ ഒരു അമ്മച്ചി ചക്കയൊക്കെ മുറിച്ച് ചുളയാക്കി വയ്ക്കാൻ തോന്നുന്നു. ഇനിയിപ്പം പച്ചക്കറി ചന്തയാന്ന് തോന്നുന്നു. ഇത് തേങ്ങയ്ക്ക് എന്താ പ്രൈസ്? തേങ്ങ എന്താ പ്രൈസ്? എങ്ങനെ കിലോയോ എണ്ണമാണോ? കിലോയ്ക്കാണോ? ഒരു തേങ്ങയ്ക്ക് 30 രൂപ. പൂക്കാര അയ്യനാർ സ്ട്രീറ്റ് വലത്തേക്കൊന്ന് ബോർഡ് കാണാം. എന്തായാലും ഇവിടെ ഒരു ഒന്നല്ലേ, ജസ്റ്റ് ഈ സ്ട്രീറ്റ് കൂടി വന്ന് നടക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വീട് കണ്ടോ? പഴയ കാലത്തെ വീട് പോലത്തെ. പഴയ കാലത്തെ വീടാന്ന് തോന്നുന്നു. ഫുള്ള് ഇതാണോ മറ്റേ ഓലയില്ലേ? ഓലയിട്ട്
മേഞ്ഞിരിക്കുന്നത്. ഒരു പൊക്കം കണ്ടോ, തീരെ പൊക്കുറവാണ്. ഒരു 4.5 അടി 5 അടി ഇല്ല, ആ ഒരു ഹൈറ്റില്ല ഈ ഒരു വീട് പണിതിരിക്കുന്നത്. പഴയ കൺസ്ട്രക്ഷൻ. ഇതൊരു കോവിലാണല്ലോ. കോവിലിനിങ്ങനെ വരകളിട്ട് വെക്കും അല്ലേ, മഞ്ഞയും ചുവപ്പും വരകളൊക്കെ. ഇവിടെ അല്ല, അതെ ഒരു ഈറ്റ വീടാ, ഓല കൊണ്ടുള്ള വീട്. ഒരു പഴയ കാലത്തൊക്കെ ചെന്ന ഒരു പ്രതീതിയുണ്ട് ഇത് കാണുമ്പോഴേ. ഇതിനിടയിൽ ഇങ്ങനെ വലിയ വീടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പൂക്കളൊക്കെ കിട്ടുന്നുണ്ട്. ഈ പൂ മാർക്കറ്റിലൊക്കെ താമസിക്കുന്നതിൻ്റെ വീടാണെന്ന് തോന്നുന്നു. അതാണല്ലോ, ചെയ്യാണല്ലോ, പൂക്കാരൻ സ്ട്രീറ്റ് എന്നാണല്ലോ അല്ലേ ഈ സ്ട്രീറ്റിൻ്റെ പേര്. ഇതാണ് മണ്ണുകൊണ്ടുള്ളൊരു വീട്, ചെമ്മണ്ണാണ്. ചെമ്മണ്ണുകൊണ്ട് മാത്രം ഇട്ടിരിക്കുകയാണ്. പഴയകാലത്തെ വീട്. ഇതിപ്പം ഈ ടൈപ്പ് വീടുകളൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. പതിനാളൊന്നും കാണത്തില്ലല്ലേ ഈ വീടുകളൊന്നും. ഫുള്ള് ഇത്തിരി പാവപ്പെട്ടവരുടെ ഞാൻ തോന്നുന്നു, ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ട് പോയിരിക്കുക. പഴയകാലത്തെ മോപ്പഡ് ഇരിപ്പുണ്ട്. പഴയകാലത്തല്ല, ഇവിടെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്ന സാധനമല്ലേ XL100, TVSൻ്റെ XL100. ഇതുമല്ല ഒരു പഴയകാലത്തെ വീടാണ് കേട്ടോ. കുറേ വർഷങ്ങൾ പഴയതാണ്. കാണുമ്പോൾ അറിയാം, ആ ഭിത്തിയൊക്കെ വീണ്ടും നിൽക്കുകയാണ് വേണ്ടി. ഇവിടെയൊക്കെ ഒരു വീട് ഉണ്ടായിരുന്നതാണ്, ഫുള്ള് പോയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ ഇതല്ല അതിൻ്റെ ബാക്കി നിൽക്കുന്നുണ്ടല്ലേ ഭിത്തിയുടെയൊക്കെ. അവിടെ എല്ലാം ഉണ്ട് ഇതുപോലത്തെ ഓലമഞ്ഞ വീടുകൾ. അവിടെ ഒരു കോവിലുണ്ട്. ഇനി ഇങ്ങോട്ടൊക്കെ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്, കുറേ വീടുകളൊക്കെ. ഇവിടെ ഇങ്ങനെ തിരിച്ചു കറങ്ങി അങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇത് വീടുകളുടെ ഷേപ്പിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീടിൻ്റെ അവിടെ ആർച്ച് പോലൊക്കെ ചെയ്തിരിക്കുന്നു, വിൻഡോയുടെ ഭാഗത്തൊക്കെ. ഇത് നമ്മളവിടെ കേരളത്തിലുള്ള വീടുകൾ പറ്റി ഭയങ്കര വ്യത്യാസമാണ് സ്ട്രക്ചറിൽ, ഇതിൻ്റെ ഷേപ്പിലൊക്കെ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ പെരിയ കോവിലില്ലേ അതിൻ്റെയും പിന്നെ പാലസിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ആരും വീഡിയോ ക്യാമറയായിരുന്നു വരണ്ട. വീഡിയോ ക്യാമറ എല്ലാം മൊബൈലുമായിട്ടും വരണ്ട. എന്നാ വെച്ചാൽ അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. 2 സെക്യൂരിറ്റീസ് ഉണ്ട്, 2 സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ എന്തായാലും പിടിക്കും, ഒരു രക്ഷയില്ല. പുതിയ റൂളാണെന്നാണ് പറഞ്ഞത്. കുറേ പേര് വന്നിട്ട് തിരിച്ചു പോയെന്നും പറഞ്ഞു വീഡിയോ എടുക്കാതെ. പക്ഷേ എൻ്റെ പ്ലാൻ എന്നാന്ന് വെച്ചാൽ ആ ഒരു പെരിയ കോവിലൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു പാലസ് ഉണ്ടല്ലോ, ആ പാലസൊക്കെ വിസിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ആ പരിപാടി ചീറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഈ പൂ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നത്. തഞ്ചാവൂർ ഇത്രയും കഷ്ടപ്പെട്ട് വന്നില്ലേ, എന്തെങ്കിലും വീഡിയോ എടുക്കാതെ തിരിച്ചു പോകാൻ പറ്റുമോ? ഇവിടെ ഒരു രക്ഷയില്ല. മഴ ഭയങ്കര മഴയൊന്നുമില്ല, ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക. നിർത്താതെ പെയ്ത് ആകെ മൊത്തം ചെളിക്കുളമാണ്, നടക്കാൻ പറ്റത്തില്ല. ടാർട്ടർ റോഡൊക്കെ തന്നെയാണ്, പക്ഷേ ചെരുപ്പായിട്ട് മണ്ണ് കയറി കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ? നല്ല സുഖമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പൂ മാർക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ വന്നത്.
അപ്പോൾ ഈ പൂക്കാർ സ്ട്രീറ്റിൻ്റെ വീഡിയോയും പൂമാർക്കിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവുക. വേളാങ്കണ്ണിയിൽ ബാഗ് കൊണ്ട് വിളിച്ചിരിക്കുകയാണ് റൂം എടുത്തിട്ട്. അപ്പം അവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് രാവിലത്തെ ഡെമുവിന് വന്നതാണ്. ഡെമു ഇട്ടുണ്ട് രാവിലെ ഇങ്ങോട്ട്. തിരിച്ച് ട്രെയിനില്ല, ഭയങ്കര പാടാണ്. 5 മണിക്കുള്ളൂ, രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ അത്ര നേരം ഇവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മഴ ഇങ്ങനെ എത്ര പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ വോട്ട് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ.